ഹലോ ഗായ്സ്, എല്ലാവർക്കും അൽബറിക് ആൻഡ് അൽഡറിക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാധനം വാങ്ങി എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുധനാഴ്ച ആകുമ്പോഴത്തേനും അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ വരും എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനം വന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആയിപ്പോയി. പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് അപ്പോൾ ആ സാധനം ഇന്ന് വന്നിട്ടുണ്ട്. അതെന്ത് സാധനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു RC കാറാണ് ഗൈസ്. അപ്പോൾ അതൊരു ടോയ് ഗ്രേഡ് RC ആണ്. അപ്പോൾ അതിന് ഏകദേശം 905 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ RC കാർ. അപ്പോൾ ഇതിൻ്റെ ബോഡി വരുന്നത് മെറ്റലാട്ടോ. ഇത് ഗോൾഡൻ കളറിലെ ബോഡി വരുന്നത് മെറ്റലാണ്. പിന്നെ ഈ ബ്ലാക്കിൽ കാണുന്ന ചെറിയൊരു കമ്പി അതും മെറ്റലാണ്. പിന്നെ ഇതൊക്കെ മെറ്റലാണ്. ഇതിൻ്റെ ടയറിലേക്ക് വരുവാണെങ്കിൽ ടയർ പ്ലാസ്റ്റിക്കിൽ റബ്ബർ കോട്ടിങ് വന്നേക്കുന്ന ടയറാട്ടോ ഗൈസ്. ഈ പ്ലാസ്റ്റിക് റബ്ബർ കോട്ടിങ് വന്നേക്കാം. അത്ര സോഫ്റ്റോ ഞെങ്ങനെ ടയറോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ മോട്ടർ, ഈ ഫ്രണ്ടിൽ കാണുന്ന മോട്ടർ, ഇത് ലെഫ്റ്റും ടേൺ റൈറ്റും മോട്ടറാണ്. ഇത് റണ്ണിങ് മോട്ടർ അല്ല. റണ്ണിങ് മോട്ടർ ബാക്കിലാട്ടോ ഇതിൻ്റെ വരുന്നത്. ഇത് ടേൺ ലെഫ്റ്റും ടേൺ റൈറ്റും മോട്ടറാണ്. പിന്നെ ബാക്കോട്ട് വരുവാണെങ്കിൽ ഇതാണ് റണ്ണിങ് മോട്ടർ. പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ലൈറ്റും പുകയും വരും. ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു അടപ്പ് പോലത്തെ സാധനം തുറന്നിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവിടെ നിന്ന് പുക ബാക്കോട്ട് വരും. പിന്നെ കാറിൻ്റെ സസ്പെൻഷൻ പൊളിയാണ് കേട്ടോ ഗൈസ്. പൊളി സസ്പെൻഷനൊക്കെയാണ്. പിന്നെ ബാക്കോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. റൈറ്റും ലെഫ്റ്റും ഉള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. എന്തോരം വേണം പൊസിഷൻ എന്നൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇടണം. പിന്നെ ഇത് ഓണും ഓഫും സ്വിച്ച്. പിന്നെ ഇത് റണ്ണിങ് മോട്ടർ. പിന്നെ ഈ ഒരു സാധനം ഇതിൻ്റെ ഒരു ബോഡിയിലേക്ക് ബന്ധം വരുന്നൊരു സാധനം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇടാം. ഇത് റിമോട്ടാട്ടോ. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ആക്സിലേഷൻ ഫസ്റ്റ് ഫ്രണ്ടോട്ടും ബാക്കോട്ടും. പിന്നെ ടയർ പോലത്തെ സാധനം ലെഫ്റ്റും റൈറ്റും ആണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ഇടേണ്ടത്. ബാറ്ററിയൊക്കെ ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചേക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്കിടയ്ക്ക് അതൊക്കെ കാണിക്കുമ്പോൾ ലാഗ് വരും. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഞാൻ ഇട്ട് വെച്ചു. ഇനി നമുക്ക് കാറിൻ്റെ അകത്ത് ബാറ്ററി ഇടാം കേട്ടോ ഗൈസ്. കാറിൻ്റെ അകത്ത് ഈ ഒരു സാധനം സ്ക്രൂ ഇളക്കണം. പക്ഷേ എനിക്ക് ക്യാമറയും ഈ ഒരു സ്ക്രൂ ഊരാൻ പറ്റുന്നില്ല. ഞാൻ കത്രിക എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ചെറിയ സ്ക്രൂ ഡ്രൈവറൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഊരിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഒരു കണക്ടർ പോലത്തെ സാധനം കാണാം. ഇത് നമ്മുടെ ബാറ്ററിയിലും ഇങ്ങനത്തെ ഒരു കണക്ടർ പോലത്തെ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ പ്ലഗ് ചെയ്യാനുള്ള കേട്ടോ. ഇങ്ങനെ കുത്താനുള്ളതാണ് അതിൻ്റെ അകത്ത്. ഈ കണക്ടറിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി കുത്തി കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. അത്ര പവറുള്ള ബാറ്ററി അല്ല. ഇപ്പോൾ ഞാൻ ഹാഫ് ചാർജാണ് കേട്ടോ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്യുവാണ്. കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫോണും ബാറ്ററിയും കൂടി കണക്ട് ചെയ്ത് ഇത്തിരി പാടാട്ടോ. നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തായാലും ഹാഫ് ചാർജേ ഉള്ളൂ. ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചാർജ് കുറഞ്ഞത്. നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ബാക്കോട്ട് നോക്കിയാൽ കാണാം ഒരു ബ്ലൂ ലൈറ്റ് തെളിഞ്ഞിരിക്കണതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോൾ ബാക്കിൽ ഒരു സ്മോക്ക് വരും. അപ്പോൾ ബാക്കിലത്തെ ഒരു അടപ്പ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ബാറ്ററി നിലത്ത് കിടക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിലത്തെ കവറൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കവറും സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കവറും സ്ക്രൂവും എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഗൈസ് നോക്കിയേ, ഓണാക്കി കഴിയുമ്പോൾ ബാക്കിൽ പുകയും ഞാൻ പറഞ്ഞ ബ്ലൂ ലൈറ്റും വരുന്നത് നമുക്ക് കാണാം. ഇത് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഈ പുക വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ വരുന്നുണ്ട്. അയ്യോ, ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് പയ്യെ കയറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ വില എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 905 രൂപ കേട്ടോ ഗൈസ്. ഡെലിവറി ക്യാഷും കൂടി കൂട്ടി. ഇനി എൻ്റെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കുത്തനെയുള്ളൊരു കയറ്റം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ കാറ് കയറുമോ, എൻ്റെ പവർ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അത് പകുതി കേട്ടോ ഗൈസ് കയറിയോളൂ. ഇനി ഹാഫ് ചാർജ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, പകുതിയേ കയറിയുള്ളൂ. എന്തായാലും നമുക്ക് റിട്ടേൺ എടുത്തിട്ട് ഒന്നുകൂടി കയറ്റി നോക്കാം.
അപ്പോൾ നമ്മൾ കയറ്റാൻ പോവുകയാണ്. ഇനി കയറുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓടിച്ചു. എന്നിട്ടും പകുതി കേട്ടോ ഗൈസ് കയറിയോളൂ. ഇത്തിരി കൂടി മുമ്പോട്ട് കയറിയെന്നേ ഉള്ളൂ. പകുതി കേട്ടോ ഗൈസ് കയറിയോളൂ. ഇനി നമുക്ക് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് ചാടിച്ച് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ ചാടിക്കുവാണ്. ഒയ്യോ, മറഞ്ഞു കേട്ടോ ഗൈസ്. എൻ്റെ ഫ്രണ്ട് കുത്തിയിട്ടാണ് മറിഞ്ഞ് വീഴണേ. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ആദ്യം ഓടിച്ചിട്ട് വീണായിരുന്നു. ഇനി ഒന്നുകൂടി ചെയ്ത് നോക്കാം. പിന്നെ അത് വീണിട്ടുണ്ട്. അത് വീണ സ്റ്റൈലും ഉണ്ടോ, ഫ്രണ്ട് വീല് കറങ്ങിയിട്ടാട്ടോ വീഴണേ. അപ്പോൾ ഇനി നമുക്ക് ഇത് എന്താണെന്നറിയില്ല. നേരത്തെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഓടിച്ചായിരുന്നു. അപ്പോൾ ഇത് ചാട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് പയ്യെ സ്ലോയിലാക്കി ഓടിച്ചുകൊണ്ട് വരാം കേട്ടോ ഗൈസ്. സ്ലോയിലാക്കി ഈ സൈഡിൽ കൂടി സ്ലോയിൽ വരാം, ഓഫ് റോഡ് രീതിക്ക്. അപ്പോൾ നമുക്ക് സ്ലോയിൽ പയ്യെ ആ കല്ലിൽ കൂടി ഇറക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ കയറില്ല. നമുക്ക് ആ സൈഡിൽ ആ കുഞ്ഞു കല്ലിൽ കൂടി വരാം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ മറിഞ്ഞ് വീഴും. അപ്പോൾ നമ്മൾ കുഞ്ഞു കല്ലിൽ കൂടി വരുവാണ്. ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അവിടെ സ്റ്റക്കായി. എന്താണെന്ന് വെച്ചാൽ ബാക്കിലൊരു കല്ലുണ്ടായിരുന്നു, അപ്പോൾ അത് സ്റ്റക്കായിട്ടുണ്ട്. ഇനി നമുക്ക് റിവേഴ്സ് എടുക്കാനും പറ്റില്ല. സ്റ്റക്കായി നിൽക്കുവാണ് അവിടെ. ഫ്രണ്ട് വീലും സ്റ്റക്കായി. അതിൻ്റെ ആ മോട്ടറിൻ്റെ അവിടെ ഇടിച്ച് നിൽക്കുവാണ്. ബാക്കിലൊരു കല്ലുമുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഒന്നുകൂടി വെച്ചിട്ട് ഞാൻ ഇറക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വെച്ചിട്ട് ഇറക്കാൻ പോവാണ്. അപ്പോൾ പയ്യെ വണ്ടി എടുത്ത് ഓടിച്ചിട്ട്, ആദ്യം നമ്മൾ ഓടിച്ചപ്പോഴത്തേന് പോയായിരുന്നു. ഇനി നമുക്ക് പയ്യെ എടുത്തിട്ട് പയ്യെ ആ സ്ലോയിൽ ഒന്നുകൂടി ചെയ്ത് നോക്കാം. പയ്യെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് പയ്യെ ആ വഴിയിൽ നേരത്തെ വന്ന വഴി കൂടി തന്നെ വരാം. അല്ലെങ്കിൽ പുറത്തുകൂടി വന്ന കല്ലിന് ഹൈറ്റുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ കുഞ്ഞ് അടിപൊളിയായിട്ട് ഇറങ്ങി കേട്ടോ ഗൈസ്. എൻ്റെ ഓണേ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അപ്പോൾ ഗായ്സ് നമ്മുടെ കാറിൻ്റെ ചാർജൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ കുറച്ച് നേരം കുത്തിയിട്ടോളെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പകുതി നേരം ഫോണും പകുതി നേരം കാറുമാണ് കുത്തിയിട്ടുള്ളൂ. എന്തോ 20 മിനിറ്റോ മറ്റേ ഞാൻ കുത്തിയിട്ടുള്ളൂ. ബാക്കി സമയം ഫോണാണ് കുത്തിയിട്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പിലേക്ക് കിടക്കാം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. V&V എന്ന കേട്ടോ എൻ്റെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവനതിനകത്ത് ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും കുറേ RC കാറൊക്കെ ഉണ്ട്. അത് ഹോബി ഗ്രേഡാട്ടോ. ഹോബി ഗ്രേഡും 2 ടോയ് ഗ്രേഡും ആയിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും പിന്നെ അവന് ഈ ഫിഷ് ഫാമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ മീനും പിന്നെ ഗപ്പിയും മോളി ഫിഷുകളും ഒക്കെ ആയിട്ട് അവന് ഫാമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും പിന്നെ വ്ളോഗിങ് വീഡിയോസും എല്ലാം അവന് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.